എന്തോ വാ വാ, ഇതെല്ലാവരും ഉണ്ടല്ലോ. എന്നാ വേണ്ട വിശേഷമൊക്കെ? ഇതെന്താ നോട്ടീസൊക്കെ ആയിട്ട്? അയ്യോ, നിങ്ങൾ ഈ കുറവലങ്ങാട്ടുകാരായിട്ട് പകലോമറ്റം പള്ളിയിലെ തിരുനാൾ എന്നാന്ന് അറിയത്തില്ലേ? ആർക്കും അറിയത്തില്ല? എന്നാ എല്ലാവരും ഇരിക്കെ, വിശദമായിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, നമ്മുടെ പള്ളിയുടെ പേര് തെറ്റാതെ ആർക്കാന്ന് പറയാൻ പറ്റുന്നേ മൊത്തത്തില്? പൊള്ളം മിടിക്കുകയാണല്ലോ. അവൾ ആ പേര് മൊത്തം പറഞ്ഞല്ലോ. അപ്പൊ അതിൻ്റെ അകത്തൊരു വാക്ക് നിങ്ങൾ പ്രത്യേകതയുള്ളത് കണ്ടോ? ആർച്ച് ഡീക്കൻ ഒരു വാക്ക് കണ്ടോ? അതെന്താ അങ്ങനെ ഒരു പേര് ഇട്ടേക്കാൻ കാരണം? വേറെ ഏതെങ്കിലും പള്ളിയുടെ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ പേരിന്റെ കൂടെ ആർച്ച് ഡീക്കൻ എന്ന്? അപ്പൊ അതാണ് നമ്മുടെ പകലോമറ്റത്തിന്റെ ഒരു പ്രാധാന്യവും പാരമ്പര്യവും ഒക്കെ. ഈ ആർച്ച് ഡീക്കൻ എന്നുള്ളതിന്റെ മലയാളം വാക്ക് എന്താണെന്നറിയാമോ? അർക്കറിയാക്കോൻ. അർക്കറിയാക്കോൻ എന്നാണ് അതിന്റെ മലയാളം. അപ്പൊ നിങ്ങൾ പകലോമറ്റത്ത് പോയിട്ടില്ലേ? തറവാട് പള്ളി കയറിയിട്ടില്ലേ? അപ്പൊ അവിടെ നമ്മള് സൈഡിലായിട്ടൊരു നമ്മുടെ ഒരു കല്ലറ പോലെ, ഒരു കൽക്കുടീരം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടോ? അതെന്താണെന്നറിയാവോ? അത് നമ്മുടെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മാർത്തോമ നസ്രാണികളെ 4-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ നയിച്ചിരുന്നത് നമ്മൾ ഈ ആർച്ച് ഡീക്കന്മാർ അല്ലെങ്കിൽ അർക്കറിയാക്കോന്മാർ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ അവരാണ് നമ്മുടെ സഭയെ ആ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ സഭയുടെ ഭരണപരമായ കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഈ ആർച്ച് ഡീക്കന്മാരാണ്, അർക്കറിയാക്കോന്മാർ. അപ്പൊ അവരും പുരോഹിതരായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആർച്ച് ഡീക്കന്മാരായിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ നമ്മുടെ കുറവലങ്ങാട് ദേശത്ത് താമസിച്ചിരുന്ന പകലോമറ്റം തറവാട്ടിലെ ആൾക്കാരായിരുന്നു. നമ്മുടെ ഈ ഒരു പകലോമറ്റം തറവാട് പള്ളിയിലെ തിരുനാളാണ് ഈ വരുന്ന ഡിസംബർ 18-ാം തീയതിയും 19-ാം തീയതിയും. അപ്പൊ ആ 2 ദിവസങ്ങൾ തിരുനാളിന് വേണ്ടി എടുക്കാൻ കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾക്കറിയാവോ? അപ്പൊ ആ 2 ദിവസങ്ങൾ നമ്മള് മൈലാപ്പൂരുള്ള മാർത്തോമാ സ്ലീവയുണ്ട്. അത്ഭുതകരമായിട്ടുള്ള ഒരു മാർത്തോമാ സ്ലീവയാണ്. അപ്പൊ ആ മാർത്തോമാ സ്ലീവ രക്തം വിയർത്തതിന്റെ ഒരു അനുസ്മരണ ദിവസമാണ് ഈ ഒരു ഡിസംബർ 18-ാം തീയതി. അപ്പൊ നമ്മൾ അവിടെ ആചരിക്കാൻ പോകുന്ന തിരുനാള് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും അതുപോലെ മാർത്തോമാ സ്ലീവയുടെയുമാണ്. മാർത്തോമാ സ്ലീവ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ മാർത്തോമാ കുരിശ് എന്ന് പറയല്ലേ? ഈ കുരിശ് മൈലാപ്പൂര് രക്തം വിയർത്തതിന്റെ അനുസ്മരണ ദിവസമാണ് ഈ 18-ാം തീയതി. ആ 18-ാം തീയതി നമ്മൾ തിരുനാൾ ആചരിക്കുകയാണ്. ഇപ്പൊ ഈ അത്ഭുത സ്ലീവായുടെയും അതുപോലെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും തിരുനാൾ നമ്മൾ ഒരുമിച്ച് ആചരിക്കുകയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ഇത്രയും താല്പര്യം കാണിച്ചല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.